പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടിയും എന്തുകൊണ്ടാണ് കലീമുല്ലാഹ് അള്ളാഹുവിന്റെ വചനം ശ്രവിക്കുകയും ഒട്ടനവധി അത്ഭുതങ്ങൾ ശ്രവിക്കുകയും ചെയ്ത ഒട്ടേറെ അത്ഭുത പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്ത മൂസാ നബി അലൈഹി സ്വലാമക്ക് വേണ്ടിയും എന്തുകൊണ്ടാണ് കലിമത്തുള്ള അള്ളാഹുവിന്റെ വചനമെന്നും റൂഹുള്ള അള്ളാഹുവിന്റെ ആത്മാവെന്നും വിശേഷിപ്പിക്കപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാമക്ക് വേണ്ടിയും എന്തുകൊണ്ടാണ് മറ്റു പ്രവാചകർക്ക് വേണ്ടിയുമെല്ലാം കുറ്റങ്ങളും കുറവുകളുമുള്ള എന്നോടും നിങ്ങളോടും പ്രാർത്ഥിക്കുവാൻ പ്രപഞ്ചനാഥനായ സ്രഷ്ടാവ് കൽപ്പിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ആദം, നൂഹ്, ലൂത്ത്, ഈസ, മൂസ അലൈഹിമുസ്സലാം മറ്റു പ്രവാചകരെല്ലാം അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമെല്ലാം സ്രഷ്ടാവിനും സൃഷ്ടികൾക്കുമിടയിൽ ഇടനിലക്കാരെ ഉണ്ടാക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് അവർ മരിച്ചവരോടും ജീവിച്ചവരോടും പ്രാർത്ഥിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് അവർ ഖബറാരാധന നടത്താതിരുന്നത്? എന്തുകൊണ്ട് എന്ന ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരമേയുള്ളൂ. ഏകനായ സ്രഷ്ടാവിനെ മാത്രമേ നമുക്ക് ആരാധിക്കുവാനും അവനോട് മാത്രമേ പ്രാർത്ഥിക്കുവാനും അവനോട് മാത്രമേ ദൈവിക സഹായം തേടുവാനും പാടുള്ളൂ. ഇതാണ് പ്രമാണങ്ങളിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ചോദിക്കുന്നില്ലേ, ആകാശഭൂമികളെ സൃഷ്ടിച്ചതും അതിൽ നിന്നും മഴ വർഷിക്കുന്നതും അതിലൂടെ മൃതഭൂമിക്ക് ജീവൻ നൽകുന്നതും അതുവഴി ഭൂമിയിലെങ്ങും ജീവജാലങ്ങളെ വ്യാപിപ്പിക്കുന്നവനും കാറ്റിന്റെ ഗതി നിയന്ത്രിക്കുന്നവനും കാറ്റിനെ കൊണ്ട് ഭൂമികൾക്കിടയിൽ ആകാശഭൂമികൾക്കിടയിൽ മേഘങ്ങളെ നിയന്ത്രിച്ചു നിർത്തുന്നതും ആരാണ്? ഏകനായ സ്രഷ്ടാവിനെ കൂടാതെ അന്യ ദൈവങ്ങളോ നിങ്ങൾക്കെന്ന ഖുർആന്റെ ചോദ്യത്തിന് ആത്മാർത്ഥമായി ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹത ആർക്കുമില്ല ഏകനായ സ്രഷ്ടാവിനല്ലാതെ എന്ന്. ഭൂമിയെ നിങ്ങൾക്ക് താമസയോഗ്യമാക്കിയതും അതിൽ പർവ്വതങ്ങൾ നാട്ടിയതും ഇരു സമുദ്രങ്ങൾക്കിടയിൽ മറതീർത്തതും അതിലൂടെ അരുവികൾ ഒഴുക്കിയതും ആരാണ്? ഏകനായ സ്രഷ്ടാവിനെ കൂടാതെ അന്യ ദൈവങ്ങളോ നിങ്ങൾക്കെന്ന് അള്ളാഹുവിന്റെ ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യത്തിന് അചഞ്ചലമായി നമുക്ക് മറുപടി പറയുവാൻ കഴിയുകയുള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ ആരുമില്ല ഏകനായ അല്ലാഹുവല്ലാതെ എന്ന്. നിർജീവരായ നിങ്ങൾക്ക് ജീവൻ നൽകിയതും ജനിച്ച നിങ്ങളെ മരണത്തിലേക്കും ജീവിതത്തിലേക്കും വീണ്ടും മരണത്തിലേക്കും നയിക്കുന്നവനാരാണ്? മണ്ണിൽ നിന്നും വിണ്ണിൽ നിന്നും നിങ്ങൾ കണ്ണം നൽകുന്നത് ആരാണ്? ഏകനായ സ്രഷ്ടാവിനെ കൂടാതെ അന്യ ദൈവങ്ങളോ നിങ്ങൾക്കെന്ന ഖുർആന്റെ ചോദ്യത്തിന് അചഞ്ചലമായി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹത ആർക്കുമില്ല ഏകനായ അല്ലാഹുവിനല്ലാതെ എന്ന് നമുക്ക് പറയുവാൻ കഴിയുകയുള്ളൂ. രാപ്പകലുകൾ മാറ്റി മാറ്റി വരുത്തുന്നവനും പ്രഭാതം വിടർത്തുന്നവനും രാത്രിയെ പ്രശാന്തമാക്കുന്നതും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനും ആരാണ്? ഏകനായ സ്രഷ്ടാവിനെ കൂടാതെ അന്യ ദൈവങ്ങളോ നിങ്ങൾക്ക് എന്ന ഖുർആന്റെ ചോദ്യത്തിന് യാതൊരു സന്ദേഹവുമില്ലാതെ നമുക്ക് മറുപടി പറയുവാൻ സാധിക്കുകയുള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹത ആർക്കുമില്ല ഏകനായ അല്ലാഹുവിനല്ലാതെ എന്ന്. മതപ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ തത്വവും സത്യവും ഇത് തന്നെയാണ്. മലയാളത്തിലെ പ്രശസ്ത കവി വയലാറിന്റെ മനോഹരമായൊരു കവിതയുണ്ട്, ഒരു ദൈവം കൂടി എന്നൊരു കവിത. രണ്ടു കാലിലും മല പോലെ മന്തുള്ള കുണ്ടുണ്ണി മേനവൻ എന്ന് പറയുന്നയാളെ ആത്മീയതയുടെ ചിറകിലേന്തി കോടീശ്വരനാകുന്ന കഥയാണ് കവി ആ കവിതയിലൂടെ വിവരിക്കുന്നത്. ദാരിദ്ര്യവും പട്ടിണിയും കാരണം ഏക മകൻ പാർട്ടി ഓഫീസിൽ അന്തിയുറങ്ങുന്നു. മകൾ നാടുവിട്ടുപോയി. അങ്ങനെ കടം തിരിച്ചു വീട്ടുവാൻ കഴിയാതെ തന്റെ തറവാട് ജപ്തി ചെയ്യുകയാണ് ലോനപ്പൻ മുതലാളി വന്നിട്ട്. ഈ ഘട്ടത്തിൽ തറവാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കുണ്ടുണ്ണി മേനവനെ വയലാർ മനോഹരമായിട്ട് വിവരിക്കുകയാണ്. ഒറ്റക്കിറങ്ങി നടന്നു വഴിയിലേക്കൊപ്പം നടക്കുവാൻ തന്നിഴൽ മാത്രമായി, മുൻപിൽ കിഴക്കോട്ട് നീളും നിഴലിന്റെ പിന്നിൽ നിഴൽ പോലിറങ്ങിത്തിരിക്കവേ, അത്തറ വാട്ടിലീ ജന്മത്തു മന്തുകാൽ കുത്തുമെന്നോർത്തില്ല കുണ്ടുണ്ണി മേനവൻ. ആ തറവാട്ടിൽ ഇനി ഒരിക്കലും മന്തുകാല് കുത്തുവാൻ കഴിയുമെന്ന് കുണ്ടുണ്ണി മേനവൻ ഓർത്തില്ല. അങ്ങനെ ഇരിക്കെ അയാളിൽ നിന്നും വസ്തു വാങ്ങിയ ലോനപ്പൻ മുതലാളി തൊഴിലാളികളോട് സർപ്പക്കാവ് മുറിക്കുവാൻ ആജ്ഞാപിച്ചു. തൊഴിലാളികൾ ഭയന്ന് മാറി നിന്ന സന്ദർഭത്തിൽ ഈ കുണ്ടുണ്ണി മേനവൻ കോടാലിയെടുത്ത് അയാൾക്ക് പരിചയമില്ലാത്ത പണി ചെയ്തു. ആ ഉണക്ക മരത്തിലേക്ക് ആഞ്ഞുവെട്ടി കോടാലി തിരിച്ച് അയാളുടെ ദേഹത്ത് തറക്കുകയും ലോനപ്പൻ മുതലാളി മരിക്കുന്നു. വാർത്ത കേട്ട് ജനലക്ഷങ്ങൾ തടിച്ചുകൂടിയ സന്ദർഭത്തിൽ വെളിച്ചപ്പാട് തുള്ളിക്കൊണ്ട് പറഞ്ഞു, കുണ്ടുണ്ണിയെ വിളിക്കൂ, തറവാട് തിരിച്ചു നൽകൂ. അങ്ങനെ അയാൾക്ക് തറവാട് തിരിച്ചു കിട്ടുന്നു. അയാളിൽ അമാനുഷികത അടിച്ചേൽപ്പിക്കപ്പെടുന്നു. അയാൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ആരംഭിച്ചു. രോഗങ്ങൾ മാറ്റുവാൻ ആരംഭിച്ചു. വിലയേറിയ വാഹനങ്ങൾ അയാൾ വാങ്ങി.
അങ്ങനെ തന്റെ മന്തുകാല് വെച്ച് വിലയേറിയ ഒരു കാറിലേക്ക് കാലെടുത്ത് വെക്കുന്ന സന്ദർഭത്തിൽ ഒരു ചെറിയൊരു കുട്ടി ഇത് കാണുന്നു. ആ കുട്ടി ചോദിക്കുന്നൊരു ചോദ്യം, ഒരു ആത്മകഥം വയലാർ മനോഹരമായിട്ട് വിവരിക്കുന്നുണ്ട് കവിതയിൽ. സാധിക്കുകില്ലേ ഭഗവാന് പോലും ഈ സാറിന്റെ കാലിലെ മന്തു മാറ്റിയിടുവാൻ? രോഗങ്ങൾ മാറ്റുന്ന, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഇയാളുടെ കാലിലെ മന്ത് മാറ്റാൻ ഇയാൾക്ക് സാധിക്കില്ലേ എന്നാണ് ആ കൊച്ചുകുട്ടി ചോദിക്കുന്നത്. ആ കൊച്ചുകുട്ടി ചോദിക്കുന്ന ആ ചോദ്യമുണ്ടല്ലോ, അത് ചോദിക്കാത്തതാണ് ഈ കാലഘട്ടത്തിന്റെ ദുഃഖവും ദുരന്തവുമെല്ലാം. വാസ്തവത്തിൽ ബൈബിളിന്റെ വചനങ്ങളിലൂടെ കടന്നുപോയാൽ ഒരു ക്രൈസ്തവ സഹോദരൻ ഏകദൈവ വിശ്വാസമല്ലാതെ മറ്റെന്താണ് അംഗീകരിക്കുവാൻ കഴിയുന്നത്? മത്തായി സുവിശേഷത്തിലെ 5-ാം അധ്യായത്തിലെ 17-ാം വചനത്തിൽ യേശു പറയുന്നില്ലേ, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകരെയോ നീക്കുവാൻ വന്നു എന്ന് നിരൂപിക്കരുത്, നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. ഞാൻ നിങ്ങളോട് സത്യമായിട്ട് പറയുന്നു, ആകാശവും ഭൂമിയും നിലനിൽക്കുന്ന കാലത്തോളം പ്രമാണങ്ങളിൽ നിന്നും കൽപ്പനകളിൽ നിന്നും ഒരു ചെറിയൊരു കൽപ്പനയുടെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റമുണ്ടാകില്ല. അങ്ങനെ മാറ്റുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തി നരകത്തിൽ, സ്വർഗത്തിന്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കും. മറിച്ച് പ്രമാണങ്ങളെ പിന്തുടരുകയും അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തി സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തായിരിക്കും. ബൈബിളിലെ ആവർത്തന പുസ്തകത്തിലെ 5-ാം അധ്യായത്തിലെ 7-ാം വചനത്തിൽ കൽപ്പനകളിലെ പ്രഥമമായ കൽപ്പന കാണാം. യഹോവ പറയുകയാണ്, കേൾക്ക, ആകാശത്തിലോ ഭൂമിയിലോ വെള്ളത്തിലോ ഉള്ളൊരു വസ്തുവിന്റെ രൂപം ഉണ്ടാക്കുകയോ അവയെ സേവിക്കുകയോ അവയെ നമസ്കരിക്കുകയോ അരുത്. യേശു പഠിപ്പിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 29-ാം വചനത്തിൽ ജനങ്ങൾ യേശുവിന്റെ അടുത്ത് വന്ന് പറയുന്നു, ഏറ്റവും വലിയ കൽപ്പന പറഞ്ഞു തരിക. അപ്പോൾ യേശു പറയുന്നു, ഏറ്റവും വലിയ കൽപ്പന ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. ആ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി നിങ്ങൾ സ്നേഹിക്കണം. ഇതൊരു ക്രൈസ്തവ സഹോദരൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് യേശുവിനെ ദൈവമാക്കുവാൻ കഴിയുന്നത്? എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ അംഗീകരിക്കുവാൻ കഴിയുന്നത്? അതുപോലെ വേദങ്ങളിലേക്ക് കടന്നു ചെന്നു കഴിഞ്ഞാൽ ഏകദൈവ വിശ്വാസത്തിന്റെ അത്യുജ്വലമായ പ്രഖ്യാപനങ്ങൾ കാണുവാൻ സാധിക്കില്ലേ? കേനോപനിഷത്തിലെ പ്രഥമഖണ്ഡ 7-8 ശ്ലോകങ്ങൾ പറയുന്നില്ലേ, കണ്ണുകൾ കൊണ്ട് കാണുവാൻ സാധിക്കാത്ത ശക്തി, എന്നാൽ കണ്ണുകൾക്ക് കാഴ്ചശക്തി നൽകുന്ന ശക്തി ഏതോ അതാണ് ദൈവം. കണ്ണുകൾ കൊണ്ട് മനുഷ്യർ കണ്ട് ആരാധിക്കുന്നത് ദൈവമല്ല. കാതുകൾ കൊണ്ട് കേൾക്കുവാൻ സാധിക്കാത്ത ശക്തി അതാണ് ദൈവം. കാതുകൾ കൊണ്ട് മനുഷ്യർ കേട്ട് ആരാധിക്കുന്നത് ദൈവമല്ല. ഏകദൈവ വിശ്വാസത്തെ സംബന്ധിച്ച് ഇതര മത ഗ്രന്ഥങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ വൈരുദ്ധ്യങ്ങൾ ഒരുപാടുണ്ട്. അതുകൊണ്ടും ഇതര മത വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാകാം. എന്നാൽ ദൗർഭാഗ്യവശാൽ വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏകനായ സ്രഷ്ടാവിനെ മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂ എന്ന കൽപ്പനയെ സംബന്ധിച്ച് സംശയമുണ്ടാകേണ്ട കാര്യമില്ല. അതിൽ പോലും വലിയൊരു വിഭാഗം മുസ്ലിങ്ങൾക്ക് സംശയമാണ് എങ്കിൽ നാം എന്താണ് ചെയ്യുക? അവിടെയാണ് പ്രമാണങ്ങളിലൂടെ മനുഷ്യനെ, മതത്തെ മനസ്സിലാക്കണമെന്ന് ഈ പ്രമേയത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും. പ്രമേയങ്ങളിലൂടെ മതത്തെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ മുസ്ലിങ്ങൾ ഒരുപാട് കുഴപ്പങ്ങളിൽ നിന്നും രക്ഷപ്പെടുമായിരുന്നു, ഒരുപാട് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുവാൻ കഴിയുമായിരുന്നു. മറ്റുള്ളവർ മതത്തെ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിലൂടെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ മാധ്യമങ്ങൾ ഒരിക്കലും ഇസ്ലാമിനെതിരെ ഇത്തരത്തിലുള്ള രൂക്ഷമായ വിമർശനങ്ങളും നുണപ്രചരണങ്ങളും നടത്തുമായിരുന്നില്ല. പ്രമാണങ്ങളിലൂടെ ഇസ്ലാമിനെ പഠിക്കുന്ന ഒരു മുസ്ലിമിന് പോലും ഭീകരവാദിയും തീവ്രവാദിയുമാകുവാൻ കഴിയില്ല. എങ്ങനെയാണ് ആകുവാൻ കഴിയുന്നത്? മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല അന്നാസ് ജമിഅ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യ അന്നാസ് ജമിഅ. ഭൂമിയിൽ അതിക്രമം പ്രവർത്തിച്ചതിന്റെ പേരിലോ ഒരു നിരപരാധിയെ വധിച്ചതിന്റെ പേരിലോ അല്ലാതെ ഒരു മനുഷ്യജീവൻ എടുക്കുന്നത് മൊത്തം മനുഷ്യരെയും വധിക്കുന്നതിന് തുല്യമാണെന്നും ഒരു ജീവൻ രക്ഷിക്കുന്നത് മൊത്തം മനുഷ്യരെയും രക്ഷിക്കുന്നതിന് തുല്യമാണെന്നും 5-ാം അധ്യായത്തിലെ 32-ാം വചനത്തിലൂടെ ഉത്ബോധിപ്പിക്കുന്ന വിശുദ്ധ ഖുർആന്റെ യഥാർത്ഥ അനുയായികൾക്ക് എങ്ങനെയാണ് നിരപരാധികളെ വധിക്കുവാൻ കഴിയുന്നത്?
ഒരു ജനതയോടുള്ള വെറുപ്പ്, അവരോട് അതിക്രമം കാണിക്കാൻ പ്രേരിപ്പിക്കരുതെന്ന് 5-ാം അധ്യായത്തിൽ 8-ാം വചനത്തിലൂടെ ഉണർത്തുന്ന ഖുർആന്റെ യഥാർത്ഥ അനുയായികൾക്ക് എങ്ങനെയാണ് ശത്രുക്കളോട് പോലും അതിക്രമങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുന്നത്? അള്ളാഹുവിന് പുറമെ മറ്റുള്ളവർ ആരാധിക്കുന്ന വസ്തുക്കളെ അപമാനിക്കുകയോ അവഹേളിക്കുകയോ അരുത് എന്ന് 6-ാം അധ്യായത്തിലെ 108-ാം വചനത്തിലൂടെ കൽപ്പിക്കുന്ന ഖുർആന്റെ യഥാർത്ഥ അനുയായികൾക്ക് എങ്ങനെയാണ് മറ്റുള്ളവരുടെ ആരാധനാ വസ്തുക്കളെ തകർക്കുവാൻ കഴിയുന്നത്? ولولا دفع الله الناس بعضهم ببعض لهدمت صوامع وبيع وصلوات ومساجد يذكر فيها اسم الله كثيرا. അള്ളാഹു ചിലരെ കൊണ്ട് തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ക്രൈസ്തവ ദേവാലയങ്ങളും യഹൂദരുടെ സിനഗോഗുകളും സന്യാസ മഠങ്ങളും തകർക്കപ്പെടുമായിരുന്നുവെന്ന്, അള്ളാഹുവിന്റെ നാമം സ്തുതിക്കപ്പെടുന്ന മസ്ജിദുകളും തകർക്കപ്പെടുമായിരുന്നുവെന്ന് 22-ാം അധ്യായത്തിലെ 40-ാം വചനത്തിലൂടെ ഉണർത്തുന്ന വിശുദ്ധ ഖുർആന്റെ യഥാർത്ഥ അനുയായികൾക്ക് എങ്ങനെയാണ് ഇതര മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾ നശിപ്പിക്കുവാൻ കഴിയുന്നത്? അമുസ്ലിങ്ങളോട് നീതി ചെയ്യുന്നതിനെ അള്ളാഹു വിലക്കുന്നില്ല, നീതി ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുവെന്ന് 60-ാം അധ്യായത്തിൽ 8-ാം വചനത്തിലൂടെ ഉണർത്തുന്ന ഖുർആന്റെ യഥാർത്ഥ അനുയായികൾക്ക് എങ്ങനെയാണ് അമുസ്ലിങ്ങളോട് നീതിരഹിതമായി പ്രവർത്തിക്കുവാൻ കഴിയുന്നത്? ലൈസ മിന്നാ മൻ ദഅ ഇലാ അസബിയത്തിൻ വഖാതല ഇലാ അസബിയത്തിൻ വമാത ഇലാ അസബിയത്തിൻ. വർഗീയതയിലേക്ക് ക്ഷണിക്കുകയും വർഗീയതയ്ക്ക് വേണ്ടി കൊല്ലുകയും വർഗീയതയ്ക്ക് വേണ്ടി മരിക്കുകയും ചെയ്യുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പഠിപ്പിക്കുന്ന മതത്തിന്റെ യഥാർത്ഥ അനുയായികൾക്ക് എങ്ങനെയാണ് വർഗീയവാദികളാകുവാൻ സാധിക്കുന്നത്? സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ പോലും നിരപരാധികളെ വധിക്കരുതെന്നും സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധരെയും ഉപദ്രവിക്കരുതെന്നും ഈന്തപ്പന തടികൾ മുറിക്കരുതെന്നും കൃഷിയിടങ്ങൾ നശിപ്പിക്കരുതെന്നും ആരാധനയിൽ മുഴുകിയിരിക്കുന്നവരെ ഉപദ്രവിക്കരുതെന്നെല്ലാം പഠിപ്പിക്കുന്ന ഈ മതത്തിന്റെ യഥാർത്ഥ അനുയായികൾക്ക് എങ്ങനെയാണ് യുദ്ധങ്ങളിൽ പോലും അതിക്രമങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുന്നത്? നിന്റെ സമുദായം ഒരു